ക്ലാസ് 9 കേരള ആനുവൽ എക്സാം 2025 ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. फर्स्ट एक्टिविटी सूचना झटपट और नटखट कहानी का ये अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखें. झटपट और नटखट ആ കഥയിലെ ഈ ഒരു ഭാഗം വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. नटखट ने रोते रोते कहा तुम घर जाकर माम से मेरी शिकायत करोगे. अगर ना करूँ तो जो कहो. नटखट का रोना बंद हो गया. मुझे कागज़ की नाव बनाना नहीं आता, तुम सिखा दोगे? हाँ, उसमें क्या है? नटखट खुश होकर बोला. पर मुझे तैरना नहीं आता, तुम सिखा दोगे? हाँ, उसमें क्या है? നട്ട്ഗട്ട് രോത്തെ രോത്തെ കരഞ്ഞുകൊണ്ടാണ് പറയണത് ജട്ട്പട്ടിനോട്. നീ വീട്ടിൽ പോയിട്ട്, ഇവർ രണ്ടും സഹോദരന്മാരാണ്, ജട്ട്പട്ടും നട്ട്ഖട്ടും. ജട്ട്പട്ട് മൂത്തവനും നട്ട്ഖട്ട് ഇളയവനുമാണ്, ബ്രദേഴ്സ്. അപ്പോൾ നട്ട്ഖട്ട് കുറച്ച് നോട്ടിയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ കാൽ വഴുതി വെള്ളത്തിൽ വീണു. അപ്പോൾ അവിടുന്ന് ജട്ട്പട്ട് കണ്ടു എടുത്തു. അപ്പോൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വരികയാണ്. നീ ഇനി വീട്ടിൽ ചെന്നിട്ട് അമ്മോട് പറയില്ലേ, നീ കംപ്ലയിൻ്റ് ചെയ്യില്ലേ അമ്മോടൊന്ന് ചോദിക്കുകയാണ് നട്ട്ഖട്ട്. ആരോട്? ജട്ട്പട്ടിനോട്. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞപ്പോൾ നട്ട്ഖട്ടിൻ്റെ കരച്ചിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു മുझे कागज़ की नाव बनाना नहीं आता, तुम सिखा दोगे. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ എനിക്ക് കടലാസ് കൊണ്ടുള്ള തോണി ഉണ്ടാക്കാനായിട്ട് അറിയില്ല, എന്നെ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിനിപ്പോൾ എന്താ, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നട്ട്ഖട്ട് पर मुझे तैरना नहीं आता, തും സിഖാ ദോഗേ. ഹാ ഉസ്മേ ക്യാ ഹേ. അപ്പോൾ എനിക്ക് നീന്താൻ അറിയില്ല, എന്നെ നീന്താൻ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു നട്ട്ഖട്ട് ജട്ട്പട്ടിനോട്. പറഞ്ഞു പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി വീട്ടിൽ പോകുന്നു. അപ്പോൾ അതാണ് ഈ താഴെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമൂനയ്ക്ക് അനുസാർ ലിഖേം, അതായത് ഒരു മാതൃക തന്നിട്ടുണ്ട്. നട്ട്ഖട്ട് രോത്താ ഹേ, ഇവിടെ നട്ട്ഖട്ട് രോ രഹാ ഹേ, രോത്താ ഹേ, താഹേ വർത്തമാനകാല്. ഇനി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, രഹാ ഹേ. ഏകവചൻ പുല്ലിംഗ് ആയതുകൊണ്ടാണ് രോ രഹാ ഹേ എന്ന് പറഞ്ഞത്. ഇനി മാം സുൻ തീഹേ, തീഹേ തീഹേ എന്നുള്ളത് മാം സുൻ രഹി ഹേ എന്ന് വരും. മാം സുൻ രഹി ഹേ. രണ്ടാമത്തെ കാഗസ് കി നാവ് ബനാന കോൺ സിഖായേഗ, ആരാണ് പഠിപ്പിക്കുന്നത്? കാഗസ് കി, അത് നട്ട്ഖട്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. नटखट ने अपना अनुभव बताते हुए मित्र के नाम पर पत्र लिखा. नटखट का पत्र कल्पना करके लिखे. ഇനി നട്ട്ഖട്ട് തൻ്റെ അന്നത്തെ എക്സ്പീരിയൻസ് ഒരു ഫ്രണ്ടിന് എഴുതാണ്. അപ്പോൾ അതിന് ആ ലെറ്റർ എങ്ങനെയായിരിക്കും എഴുതാനായിട്ട് ആൻസർ ഇങ്ങനെയാണ്. പ്ലേസ് എഴുതാം, ഡേറ്റ് എഴുതാം, അതിനുശേഷം മിത്രത്തിൻ്റെ പേര് വേണമെങ്കിൽ എഴുതാം. आशा है कि तुम ठीक होगे. आज मेरे साथ एक बहुत ही मज़ेदार घटना हुई. എന്നൊരു അനുഭവം ഉണ്ടായി. मैं कागज़ की नावें बहाते वक्त फिसल कर വഴുക്കിയിട്ട് പാനി മേ ഗിര, ഞാൻ കടലാസ് തോണി ഒഴുക്കുന്ന സമയത്ത് കാൽ വഴുതി വെള്ളത്തിൽ വീണു. മുझे തൈർന നെഹിം ആത്ത, അതെനിക്ക് തൈർന എന്ന് വെച്ചാൽ നീന്താൻ അറിയില്ല. ജട്ട്പട്ട് ബായിനെ മുझे ബജായ, ജട്ട്പട്ട് ബായി ഓടി വന്നിട്ടാണ് എന്നെ രക്ഷിച്ചത്. മുझे ലഗാ കി മേരാ ഭായി ജട്ട്പട്ട് ഘർ ജാക്കർ മാം സെ മേരി ശിക്കായത്ത് കർ ദേഗ. ഞാൻ വിചാരിച്ചു ബായി വീട്ടിൽ പോയി അമ്മോട് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നു വിചാരിച്ചിട്ട് ഞാൻ കരയാൻ തുടങ്ങി. ലേക്കിൻ ഉസ്നെ ബഹുത് ഹി പ്യാർ സെ മുझ്സെ ബാത് കി, പക്ഷേ അവൻ വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ച്. അപ്പോൾ മേനെ ഉസെ വാദ കിയാ ഹേ കി കാഗസ് കി, അപ്പോൾ കാഗസ് കി നാവ്, കടലാസ് തോണി ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അതിന് പകരം എന്നെ അവൻ ചേട്ടൻ നീന്താനായിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് പോയി. അവസാനം എഴുതാം. ജബ് ഹം മിലേഗെ തോ
मैं तुम्हें भी नाव बनाना സിഖാവുങ്ക. അതായത് നമ്മൾ അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ ഞാൻ നിന്നെയും ഈ കടലാസ് വഞ്ചി ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കാം. തുമാര മിത്ര നട്കട്ട്. പിന്നെ അഡ്രസ്സ്. അടുത്തത് और क्वेश्चन ആണ്. कहानी की इस घटना के आधार पर पटकथा का दृश्य लिखें. തിരക്കഥ റെഡിയാക്കാം. പട്കഥ റെഡിയാക്കുമ്പോൾ അതിന് തന്നെ ദൃശ്യ രംഗം 1. ഘർ കാ ആംഗൻ, വീടിൻ്റെ മുറ്റത്താണ്. നട്ഗഡ് രോത്തെ ഹുയെ ഗഡാ ഹെ ജട്ട്പട്ട് പാസ് മേ ബൈഠ ഹെ. നട്ഗഡ് കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, ജട്ട്പട്ട് തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണമാണ്. അത് ആ കഥയിൽ നിന്ന് തന്നെ നമുക്ക് കഹാനിയുടെ ഒരു അംശം തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് എഴുതാൻ പറ്റും. ജട്ട്പട്ട് അപ് തോ തും, നിന്നെ ഞാൻ രക്ഷിച്ചില്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ കരയണേ. നട്ഗഡ് തും ഘർ ജാക്കർ മാ സെ ശിക്കായത്ത് കരോഗി. അതായത് നീ വീട്ടിൽ പോയിട്ട്, നട്ഗഡ് പറയാണ് വീട്ടിൽ പോയിട്ട് അമ്മോട് കംപ്ലയിൻ്റ് ചെയ്യില്ല, അതിനാണ് ഞാൻ കരയണേന്ന്. ജട്ട്പട്ട് അഗർ നാ കരും തോ. നട്ഗഡ് तो जो कहो. झटपट मुझे कागज़ को नाव बनाना नहीं माता तुम सिखा दोगे. അപ്പോൾ ഞാനത് പറയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ജട്ട്പട്ട് പറയണേ എന്നെ ഇങ്ങനെ കാഗസിൻ്റെ ഒരു കടലാസ് കൊണ്ട് ഒരു തോണി ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായി നട്ഗഡിന്. ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. പർ മുझे തൈർന നഹിയാത്ത, എനിക്ക് നീന്താൻ അറിയില്ല, എന്നെ നീന്താൻ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ജട്ട്പട്ട് ഉസ്മേ ക്യാ ഹെ, അതിനിപ്പോൾ എന്താ, ഞാൻ നിന്നെ നീന്താൻ പഠിപ്പിക്കാം. അടുത്ത സൂചന. गांधी जी की गाड़ी चोरी चली गई लेख का अंश पढ़कर प्रश्न 4 और 5 के उत्तर लिखें. आगे माउंटबैटन ने पूछा कि क्या बात है. गांधी जी बोले, इस कूलर को प्लीज़ बंद कर दीजिए, मुझे सर्दी लग रही है. इस तरह अपनी शान दिखाने का पहला मौका वाइसरॉय से छिन गया. गैर बातें होती रही लेकिन गांधी जी ने कोई खास रुचि नहीं ली. ഇതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ. മുജെ മേം നിഹിത് സർവനാം കോൺസാ ഹെ. മുജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേം പ്ലസ് കോ ആണ്. മുജെ അല്ലെങ്കിൽ മുജ്കോ. അപ്പം സർവനാം എന്ന് പറയുമ്പോൾ മേം ആണ് ആൻസർ മേം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഉപയുക്ത സന്ദർഭ के आधार पर गांधी जी और माउंटबैटन के बीच की संभावित बातचीत लिखें. മൗണ്ട്ബാറ്റനും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലെ അവർ തമ്മിലുള്ള സംഭാഷണം. മൗണ്ട്ബാറ്റൻ, നമസ്തേ ഗാന്ധിജി, ആജ് ആപ് കുച്ച് പരേശാൻ സെ ദിഖ് രഹേ ഹേ, ക്യാ ബാത് ഹേ, സബ് ഠീക് ഹേ. മൗണ്ട്ബാറ്റൻ ചോദിക്കണ എന്തോ ഭയങ്കര വിഷമം ആയിട്ട് തോന്നുന്നുണ്ടല്ലോ, എന്താ പറ്റിയെന്ന് ചോദിക്കണം. ഗാന്ധിജി മുझे അസുവിധ രഹി ഹേ, കുറച്ച് ഇതുണ്ട്, വിഷമമുണ്ട്. മൗണ്ട്ബാറ്റൻ അപ്പോൾ എന്താണ്, ഞാൻ വല്ല സഹായിക്കണോ, ക്യാ കോയി ഗാസ് ഇന്തസാം കർണ ഹേ, എന്തെങ്കിലും ഏർപ്പാട് ആക്കണമെന്ന് വെച്ചാൽ ഗാന്ധിജി പറഞ്ഞു, ഈ കൂളർക്കോ പ്ലീസ് ബന്ദ് കർ ദീജിയെ, ഈ കൂളർ ഒന്ന് ഓഫ് ചെയ്യാമോ എന്ന് വെച്ചു. അപ്പം അങ്ങനെ ഇതുപോലെ അവരുടെ സംഭാഷണം എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ. कब तक कविता की पंक्तियाँ पढ़ें और 4 से 8 तक के प्रश्नों के उत्तर लिखें. കവിതയുടെ ഒരു കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട്, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട്. कब तक कविता किसकी रचना है. ആരെഴുതിയതാണ് കവിത. വന്ദന टेटे. അടുത്തത്. സമാൻ ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം. ऐसी प्रतीक्षा मत करो कि तुम्हारे लिए संघर्ष करने कोई आएगा. आंसर. और कब तक आश्रय में रहोगे कि कोई आए और तुम्हारे लिए लड़े. അടുത്തത്. कवि और कविता का परिचय देते हुए इन पंक्तियों का आशय लिखें. परिचय. कवि ये पंक्तियाँ कवयित्री वंदना ദ്വാര രചിത കവിത കബ് തക് സെ ലി ഗയി ഹെ. കബ് തക് എന്നാണ് എടുത്തേക്കുന്നത്. ആശയം ഇങ്ങനെയാണ്. ഇൻ പങ്ക്തിയോं के माध्यम से, ഈ വരികളിലൂടെ കവയിത്രി മനുഷ്യको आत्मनिर्भर बनने की प्रेरणा दे रही है. उनका कहना है कि व्यक्ति को अपनी पहचान के लिए दूसरों पर निर्भर नहीं रहना चाहिए और ना ही इस इंतजार में बैठना चाहिए कि कोई दूसरा आकर उनके हक की
लड़ाई लड़ेगा। मनुष्य को स्वयं जागरूक होकर अपने अधिकारों के लिए संघर्ष करना चाहिए।